ഞാനേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ശ്വേതാജിയിൽ ഞാൻ തുടങ്ങാം. ശ്വേതാജി എന്തെങ്കിലും ഒരു സാധനം ചെറുത് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ഇപ്പോഴോ എപ്പോഴെങ്കിലും മോഷ്ടിച്ചു എന്ന് ഒരു ഓർമ്മയുള്ള ഒരു ഐറ്റം എന്താണ്? ഒരുപാട് സ്റ്റേജസ് ഓഫ് മൈ ലൈഫിൽ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. നോ ക്ലെപ്റ്റോ. അത് അതിൻ്റെതായ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ വ്യക്തികളും ഈ റൂമിലിരിക്കുന്ന എല്ലാ വ്യക്തികളും മോഷ്ടിച്ച കാര്യങ്ങളാണ് ഞാനും മോഷ്ടിച്ചിട്ടുണ്ട്. റബ്ബർ, പെൻസിൽ സ്കൂളിലുണ്ടാവുമ്പോൾ ലിസ്റ്റുകൾ വരാൻ പോവാ. പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ വന്നു, ഹോട്ടലിൽ പോയപ്പോ സോപ്പ്, ഷാംപൂ, ക്രീം, കോമ്പ് അതിൽ കിട്ടിയ, പിന്നെ ചെറിയ ടവല് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ചെറിയ ടവല്, ടോയ്ലറ്റ് റോൾസ്, അത് ഞാൻ ഇന്നും കക്കാറുണ്ട്. അതൊക്കെ ലൊക്കേഷൻ ക്യാമറ മോട്ടിച്ചിട്ടുണ്ട്. ചില സമയം നമ്മൾ ഷൂട്ടിങ്ങിൽ ഹോട്ടലിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഷൂട്ടിങ്ങിൽ നല്ല സ്പൂണോ ഇതെല്ലാം കിട്ടില്ല. അപ്പം ഞാൻ ക്രോക്കറി കട്ട് കൊണ്ടുവരും, കഴിച്ച് എല്ലാം തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ എല്ലാം കാട്ടുണ്ട് മക്കളെ. നമ്മളൊരു കൂട്ടുകാരനെ ഹോട്ടലിൽ താമസിച്ചു. അപ്പൊ പെട്ടെന്ന് കോൾ വന്നപ്പം അവിടെ ഇരുന്നു, ആരമുണ്ടെന്ന് പോലെ വന്ന് നോക്കില്ല, അവിടെ കസേരയിൽ മുണ്ടിരുന്നു എടുത്ത് കൊടുത്തോണ്ട് അങ്ങ് പോയി. റിസപ്ഷനിൽ അവർ നോക്കിയപ്പോഴേ മുണ്ടിന്റെ ബാഗിൽ ഹോട്ടൽ പ്രിൻസ് പാലസ് പോയത് അറിഞ്ഞില്ലല്ലോ. ആരെയോ മുണ്ടെടുത്തു. ഞങ്ങൾ ഇതുപോലെ വിവേകത്തെ പറയപ്പോയിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ നോക്കി ബോട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഇപ്പം TV പരിപാടിയൊക്കെ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പയ്യനാ. ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഇല്ല പറയില്ല, കൂളിംഗ് ഗ്ലാസ് കൊണ്ട് ഒരാൾ വന്നൊരു തമിഴൻ ചേട്ടൻ. അപ്പം ഞാനിത് 2-3 എടുത്ത് വെച്ചു. എന്നിട്ട് വില ചോദിച്ചപ്പോൾ ഭയങ്കര വില പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട ചേട്ടാ തിരിച്ചു വെച്ചു. ഇവനും എടുത്ത് വെച്ചിട്ട് ഭയങ്കര വിലയെണ്ണ, ഇതൊന്നും ഇപ്പോൾ വാങ്ങിയൊന്നും ചെയ്യരുത്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ബോർഡിലേക്ക് ഇതൊക്കെ ഞാൻ നല്ല ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തിന് ഞങ്ങൾ നടന്നങ്ങ് പോയി. ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി വലത് കാത് വെച്ചതും ഒരടി ഇങ്ങനെ അടിച്ചിട്ട് ഇവനെ അങ്ങ് എടുത്തു. തിരിട്ട് പയ്യാ എൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ 3 ഗ്ലാസ്. നമ്മളൊരു കൂട്ടുകാരൻ പ്രോഗ്രാമിന് ഓണ പ്രോഗ്രാം. നിങ്ങളുടെ കൂട്ടുകാരനാണോ നിങ്ങളാണോ? എനിക്കൊരിപ്പോ ഡൗട്ട്. എന്താ ഈ ഇവിടെ നോബിയും കൂട്ടുകാരൻ, ഇവനും കൂട്ടുകാരൻ. എനിക്കിപ്പോ സംശയം ഇവരാണോ സംശയിക്കേണ്ട ചേച്ചി. നമ്മളെ കൂട്ടുകാർ പറയുമ്പോഴും അങ്ങനെ പറയോ നമ്മളെ കൂട്ടുകാർ. അപ്പൊ അതായത് ഓണത്തിന് പ്രോഗ്രാമിന് പോയി. ഓണത്തിന് പ്രോഗ്രാം ഇങ്ങനെ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു ഇതില്ലേ നമ്മുടെ പൊന്നാട ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൊന്നാട നൈസ് എടുത്ത് ബാഗിലേക്ക് വെച്ച് കമ്മറ്റിക്കാർ വന്ന് ഇവിടെ എല്ലാം പൊന്നാട നോക്കും. ഇതെടുത്ത് മാറ്റി, ഇവിടെ ഒരു പൊന്നാട ഇല്ല കണ്ടില്ല, ഇതെടുത്താലെന്ന് ചോദിച്ചാൽ ഇവിടെ പൊന്നാട ഉണ്ട്. ഇല്ല, എന്തിനാട്ടാ പൊന്നാട? അല്ല നിങ്ങളാ പിന്നെ പുള്ളി അതിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന രസകരമായ എന്തൊക്കെ മോഷണ കഥകളാണ് കേൾക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഇതേപോലെ ഡസ്റ്റർ, പിന്നെ അടുത്ത വീട്ടിൽ അമ്പലത്തിലെ വിഗ്രഹം. ഈ ദുർഗുണ പരിഹാര പാഠശാല കിടന്നിട്ടില്ലേടി? ഇല്ല നമ്മുടെ അതൊക്കെ പിന്നെ വരുന്ന പറഞ്ഞോ എന്നാ. പിന്നെ നമ്മള് ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് ഡെസ്ക് മാറ്റിയിടും. ഇത് വീട്ടിൽ കൊണ്ടുപോയിരുന്നോ? അല്ല, ഇത് എന്റെ ക്ലാസ്സിലേക്ക് ഡെസ്റ്റ് അപ്പുറത്തെ ക്ലാസ്സിലത്തത് മോഷ്ടിച്ചോണ്ട്. അതായത് സ്വന്തം ക്ലാസ്സിലേക്കുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയി ഇടുന്നു. അതെ, പിന്നെ വളർന്നപ്പോ ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ എനിക്ക് മോഷ്ടിക്കേണ്ടി വന്നു. ചരിത്ര നിമിഷം. അല്ല, ഞാൻ ഒരുപാട് വീട്ടിൽ നിന്ന് മാങ്ങ, അതൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അതെന്നെ പൊക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ലൊക്കേഷൻ ആ ചേട്ടൻ കാണണമെങ്കിൽ ഞങ്ങളൊരു പടത്തിന്റെ ലൊക്കേഷൻ ഷൂട്ട് നടക്കുന്ന ഇപ്പുറത്തെ വീട്. അപ്പൊ ക്യാരവാനൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് വെച്ച്. അപ്പൊ ആ വീട്ടില് ഈ ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇതൊക്കെ കാണിച്ചു തരാൻ. അങ്ങനെ എന്നെയും നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ പല പല ഫ്രൂട്ട്സ് കാണിച്ചു. ലിച്ചി പഴുത്തിക്കണം 5 എണ്ണം ഉണ്ടായിരുന്നു. 5 ലിച്ചി പഴം കാണിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ കൂടെ വന്നില്ല ആള്, കാറിനകത്തിരിക്കുകയാണ്. ഞാൻ ലിച്ചി എവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു കഴിച്ച്, ഞാനും കഴിച്ച് 2 എണ്ണം, പുള്ളിയും കഴിച്ച് 2 എണ്ണം. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പം മറ്റേ പുള്ളി ഓടി വന്നിട്ട് അറിഞ്ഞാ നമ്മളെന്നലെ കാണിച്ചു തന്നില്ല ലിച്ചി, അതിൽ 4 എണ്ണം ആരാം ഓടിച്ചു. ഇതിലെ വേറൊരു തമാശ ഇവിടെ നടന്നത് ഞാൻ കേട്ടു. അതായത് ഇവളോട് പറയില്ലേ, ഇല്ലേട്ടാ ഇതൊന്ന് ആരാന്നറിയോ, അത് ആ ആർട്ടിസ്റ്റ് ആര്, ലിച്ചി.
ആര്? ലിച്ചി ലിച്ചി ഈടി ലിച്ചി പഴം മോട്ടിച്ചതാ. ലിച്ചി അല്ലേ ഇത് മോട്ടിച്ചത്? വീണ്ടും അവാർഡിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മോട്ടിക്കാത്തൊരു പാവം ഇരിക്കണോ? ഞാൻ എന്ത് മോഷ്ടിച്ചാലും അത് മറന്നു പോകും. അങ്ങനെ ഡയാന മറന്നു വെച്ച എന്റെ ഒരു ഡ്രസ് അവളുടെ വീട്ടിൽ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തരണേ. ഈ മോഷണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് തെക്കേക്കരയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു ടീമിനെ ഇറക്കേണ്ടത്. അതെ 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 ഒരു അതെ അതെ. സ്കിറ്റ് ഇറക്കാൻ പറ്റുമോ? ഞങ്ങൾ ഏറ്റവും വലിയ കള്ളൻ ഇറക്കാൻ പോവാണ്. അതെ അതാ പറഞ്ഞേ ഞാൻ തെക്കേക്കര അല്ല തൃപ്പൂണിത്തറ. ഞങ്ങളെ തെക്കേക്കര ഇന്നും ഒരു തൃക്കാക്കര. മോഷണം കഥ നിങ്ങളുടെ ഏത് സുഹൃത്തിന്റെയാണ് അത് പറയും. പുള്ളി സിനിമയിലൊക്കെ ഉണ്ട്, ഓ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. ശരി. പേര് ദിലീപ്.